ഞാനേ ആദ്യം നമ്മൾ ആബിയല്ലേ എന്താ എനിക്കൊരു മൗതല്ലാത്ത ഞാനവനെ മൈൻഡ് ചെയ്യുന്നില്ല. ഇക്കത് വേറെ പണിയില്ലേ? എന്താ ഇപ്പൊ എന്നെ ചെയ്ത് ഓനെ പഴയ അബിയല്ലേ ഇപ്പോ സോഷ്യൽ മീഡിയയിലെ വൈറൽ താര സെലിബ്രിറ്റി അല്ലേ, 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്, നല്ല കാശാ. ഓനെ കൊണ്ട് നമ്മളെ നാട് ധാരാളം അറിഞ്ഞു. ഓ പിന്നെ ഇതൊന്നും മിണ്ടാണ്ടെങ്ങ. അല്ല എനക്ക് എന്താ പറ്റി? എന്നെന്താ ചെയ്ത്? ഇന്നൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിനങ്ങനെ ബഹുമാനിച്ച് ഓനൊക്കെ ആളാക്കും. ആരാ എന്നോട് ഓനെ ബഹുമാനിക്കാൻ പറഞ്ഞത്? മൈൻഡ് ചെയ്താലേ ഓവറായിട്ട് പൊന്തു. എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഒന്നല്ലെങ്കിലും 4 ആളെ നമ്മളെ നാട്ടിൽ തന്നെയല്ലേ, പോരാത്തതിന് നമ്മളെ അയൽവാസി. അവൻ്റെ പ്രോഗ്രാം കണ്ടോ? ഞാൻ കണ്ടിരിക്കുന്നു. ഒരു സാധനങ്ങളും ഇല്ല. ജോന്റെ പ്രോഗ്രാം കാണാതെ അഭിപ്രായം പറയുന്നത്. ഓനെക്കാട്ടിലും കാഴ്ചക്കാരിൽ നമ്മളെ സൈനാത്താക്ക്. എന്ത് ചക്കക്കുരു അടുപ്പിലിടുക, മുരിങ്ങ വളർത്തുക, കറുമൂസയുടെ ഉപ്പേരി ഉണ്ടാക്കുക, പൂളനെ കൂട്ടം ഉണ്ടാക്കുക, ഇതൊക്കെയല്ലേ ചേട്ടൻ്റെ സേനാത്താൻ്റെ പരിപാടി. എൻ്റെ അസുഖം എനിക്ക് മനസ്സിലായി, അതിന് മരുന്നില്ല. ഇത് മുണ്ടാണെങ്കിൽ ഓൻ വരുന്നുണ്ട്. പോട്ടെ, നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റി അല്ലേ. എന്തൊക്കെയുണ്ട്? നല്ല സുഖം. പിന്നെ പ്രോഗ്രാം കാണാറുണ്ട്, അടിപൊളിയാ. അങ്ങനെ കമ്പനിയൊന്നും ഇതല്ല, അയക്കടി. നല്ലൊരു മൊബൈലുള്ളവർക്കൊക്കെ എന്താ പരിപാടി? അതിലൊന്നും വലിയ കാര്യമില്ല. മൊബൈൽ തുറക്കാൻ വയ്യ. അവൻ്റെ ട്രൗസറും അവൻ്റെ ഷൂസും നല്ല പയ്യനാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായ പരിപാടി. എന്തേ ആരാപ്പ വിളിക്കണ? ഹലോ, അബിയെ, പറയൂ. പിരിവൊക്കെ നടക്കണ്ടേ? 50,000. ഞാൻ പറയാം. ശരി. ആരാളെ വിളിച്ചറിയോ? ഇപ്പൊ ഇവിടുന്ന് പോയില്ലേ അബി? അതെന്താ പറഞ്ഞറിയോ? ഇല്ല. എൻ്റെ പെങ്ങളെ കുട്ടിക്ക് സുഖമില്ലാത്ത പിരിവടക്കില്ലേ, ഇതിലേക്ക് 50,000 റുപ്യ തരാം. ഞാനേ ഒരാളെ സഹായിക്കാനേ ആരാ എപ്പോഴാ ഇങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നീ നിൻ്റെ ഈ ഉരുട്ട് മനസ്സുണ്ടല്ലോ, അതൊന്ന് മാറ്റിക്കളാം, അത് നിനക്ക് നല്ലതാണ്.